വാർത്തകൾക്കും വിശേഷങ്ങൾക്കും മലയാളി ഓൺലൈൻ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാ വാർത്തകളും മുടങ്ങാതെ ലഭിക്കാൻ ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യൂ. പൂക്കാലം വരവായി എന്ന ചിത്രത്തിലൂടെ കമലിൻ്റെ അസിസ്റ്റൻ്റായായിരുന്നു സിനിമാ ലോകത്തേക്കുള്ള ദിലീപിൻ്റെ വരവ്. ഈ ചിത്രത്തിൽ ചെറിയ വേഷത്തിൽ കാവ്യ മാധവനും എത്തിയിരുന്നു. മാനത്തെ കൊട്ടാരം, സൈന്യം, പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട്, സിന്ദൂരരേഖ തുടങ്ങിയ ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങളിലെത്തിയ ദിലീപ് തുടർന്ന് മിമിക്രിയിൽ സജീവമായി. ഏഴരക്കൂട്ടം എന്ന ചിത്രത്തിലൂടെ ആദ്യമായി നായകനായി. സല്ലാപത്തിലൂടെ മഞ്ജുവിൻ്റെ നായകനായി എത്തിയ ദിലീപ് മലയാള സിനിമയിൽ തൻ്റേതായ ഇടം കണ്ടെത്തുകയായിരുന്നു. മഞ്ജു കരുത്തുറ്റ വേഷങ്ങൾ ചെയ്ത് മലയാള സിനിമയിൽ സമാനതകളില്ലാത്ത പ്രതിഭയായി നിൽക്കുന്ന സമയത്താണ് ദിലീപിൻ്റെ നായികയായത്. സല്ലാപം, ഈ പുഴയും കടന്ന്, കുടമാറ്റം തുടങ്ങിയ വമ്പൻ ഹിറ്റുകൾക്ക് ശേഷം മഞ്ജു വാര്യരും ദിലീപും വിവാഹിതരായി. അതോടെ മഞ്ജു സിനിമ വിട്ടു. മഞ്ജുവിനെ വിവാഹം ചെയ്തതോടെ ജനപ്രിയ നടൻ്റെ ഭാഗ്യം തെളിയുകയായിരുന്നു എന്ന് പറയുന്നു. ചാന്തുപൊട്ട്, മായാമോഹിനി, പച്ചക്കുതിര പോലെ വളരെ വ്യത്യസ്തമായ വേഷങ്ങളിൽ ദിലീപ് എത്തി. ഇതോടെ നായകനായ ദിലീപ് ജനപ്രിയ നടനായി മാറി. ദിലീപിൻ്റെ എല്ലാ ചിത്രങ്ങൾക്കും മിനിമം ഗ്യാരണ്ടിയായി. കുട്ടികളും കുടുംബ പ്രേക്ഷകരും ദിലീപ് ചിത്രത്തിനായി തിയേറ്ററുകളിലേക്ക് ഒഴുകിയെത്തി. മഞ്ജു വാര്യർ വിവാഹം കഴിച്ചു പോയതിന് പിന്നാലെ ആ താരപദവി കാവ്യമാധവനിലായി. ചന്ദ്രനുദിക്കുന്ന ദിക്ക് മുതൽ നിരവധി ചിത്രങ്ങളിൽ ഇരുവരും ഒന്നിച്ചെത്തുകയും ചെയ്തു. അത് പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. തുടർന്ന് പാപ്പരാസികൾ കാവ്യയ്ക്കും ദിലീപിനും പിന്നാലെയായി. എല്ലാ ഗോസിപ്പുകൾക്കും വിരാമമിട്ടുകൊണ്ട് 2009 കാവ്യ വിവാഹിതയായി. എന്നാൽ ഒരു വർഷത്തിനുള്ളിൽ ആ ദാമ്പത്യം അവസാനിച്ചു. കാവ്യയുടെ ദാമ്പത്യ ജീവിതം തകർന്നത് ദിലീപിൻ്റെ ഇടപെടൽ മൂലമാണെന്ന തരത്തിൽ വീണ്ടും ഗോസിപ്പുകൾ പ്രചരിച്ചു. വിവാഹബന്ധം വേർപിരിഞ്ഞ കാവ്യ വീണ്ടും സിനിമയിൽ തിരിച്ചെത്തിയത് ദിലീപ് നായകനായ പാപ്പി അപ്പച്ച എന്ന ചിത്രത്തിലൂടെയായിരുന്നു. 2003 ദിലീപ് നിർമ്മിച്ച് അഭിനയിച്ച CID മൂസ ഹിറ്റായതോടെ സിനിമാ നിർമ്മാണ രംഗത്ത് ശക്തനായി മാറി. താരസംഘടനയായ അമ്മയ്ക്ക് പണം കണ്ടെത്തുന്നതിനു വേണ്ടി ദിലീപ് നിർമ്മിച്ച 2020യും വൻ വിജയം കണ്ടു. ഇതോടെ നിർമ്മാണ മേഖലയിൽ ജനപ്രിയ നടൻ അജയ്യനായി മാറുകയായിരുന്നു. ദിലീപ് നിർമ്മിച്ച കഥവശേഷന് കേരള സംസ്ഥാന ഫിലിം അവാർഡ് കൂടി ലഭിച്ചതോടെ അത് പൂർണ്ണമായി. ഇതോടെ താരം ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു. ഇതിൻ്റെ ഭാഗമായി കൊച്ചിയിൽ ദേ പുട്ട് എന്ന പേരിൽ റെസ്റ്റോറൻറ്റും ആരംഭിച്ചു. തുടർന്ന് മാംഗോ ട്രീ എന്ന മറ്റൊരു റെസ്റ്റോറൻറ്റ് കൂടി തുടങ്ങിയതോടെ ദിലീപ് ഒരു നല്ല ബിസിനസ്സുകാരൻ എന്ന നിലയിലേക്ക് ഉയർന്നു. 2014 ചാലക്കുടിയിൽ ഡി സിനിമാസ് എന്ന പേരിൽ മൾട്ടിപ്ലക്സ് തിയേറ്റർ ആരംഭിച്ചു. ഇതോടെ നടൻ, നിർമ്മാതാവ് എന്നതിൽ ഉപരി ദിലീപ് ഒരു വലിയ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമയായി മാറി. ഇതിനുശേഷമായിരുന്നു മഞ്ജു വാര്യരുമായുള്ള കുടുംബജീവിതത്തിൽ പൊട്ടിത്തെറികൾ ഉണ്ടായത്. 2014 ഇരുവരും വേർപിരിഞ്ഞു. തുടർന്ന് ജനപ്രിയ നടൻ അഭിനയിച്ച ചിത്രങ്ങൾ പലതും വിവാദത്തിൽപ്പെട്ടു. പ്രതീക്ഷിച്ച വിജയം നേടാൻ കഴിഞ്ഞതുമില്ല. ഇനി ഒരു വിവാഹത്തിന് ഒരുക്കമല്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞ ദിലീപ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ കാവ്യമാധവനെ വിവാഹം കഴിച്ചു. തുടർന്ന് 2017 കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തെ തുടർന്നുണ്ടായ വിവാദത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുകയും ചെയ്തു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യൂ.